നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് വേണ്ടിയത് റവ, പിന്നെ നമ്മുടെ ചീസ്, ഉരുളക്കിഴങ്ങ് ഒക്കെയാണ്. അങ്ങനെ അതൊക്കെ വെച്ച് വളരെ രുചികരമായിട്ടും എന്നാൽ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണ് ഇതൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ സിമ്പിൾ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചു. കടായി നന്നായി ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയും കൂടി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം കുറച്ച് ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് തികച്ചും ഓപ്ഷണലാണ്, ഇല്ലയിച്ചാലും കുഴപ്പമില്ല. അതൊന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വഴട്ടി എടുക്കുന്നു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നു. അത് ചേർക്കുമ്പോൾ നമ്മൾ ഇഞ്ചി എടുക്കുന്നതിന്റെ ഇരട്ടിയോളം വെളുത്തുള്ളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വെളുത്തുള്ളിയുടെ രുചിയായിരിക്കണം മുന്നിൽ നിൽക്കുന്നത്. അതായിരിക്കും ഈ ഒരു സ്നാക്കിന് ഒരു നല്ല രുചി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ടി പച്ചമുളക് കൂടി ചേർക്കാം. പിന്നെ ഒരല്പം ഉപ്പ് കൂടി രുചിക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മളൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. വെള്ളത്തിന്റെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന റവയാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ 1 കപ്പ് റവയാണ് എടുക്കുന്നെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെ ആ ഒരു റേഷ്യോയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. വെള്ളം ഒഴിച്ച് പിന്നെ ഞാൻ രുചിക്ക് വേണ്ടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിനകത്തേക്ക് വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അളവിന് എടുത്തിട്ടുള്ള റവ കൂടി ചേർത്ത് കൊടുക്കുന്നു. റവ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പൊ ഏകദേശം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി അതിനകത്തെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കുക. ഞാനിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിടാൻ പോവാണ്. എല്ലാം അടുത്തൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നന്നായിട്ട് ആറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനൊരു കുറച്ച് ചീസ് കൂടി അതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്തിടുക. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങായിരുന്നു വേവിച്ച് ചേർത്തത്. പിന്നെ ഇതിനകത്തേക്ക് ഒരല്പം ചീസ് കൂടി, അത് നമുക്ക് ചീസ് എത്രത്തോളം വേണം അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏറെ ഇടുക, അങ്ങനെ ഒരു അളവാണ്. എന്നിട്ട് പിന്നെയും നമുക്ക് രുചി ഇതിനെല്ലാത്തിനും കൂടി വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരല്പം വെള്ളമയം കൂടുതലുള്ള പോലെ തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ ഒരല്പം കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ആയാലും മതി. ഞാനിവിടെ ഇപ്പം കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒന്ന് നീളത്തിൽ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചിടാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പം ഞാൻ അതിനായിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി അതിനകത്തിട്ട് നന്നായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് വേണിച്ച ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം നന്നായിട്ട്. അപ്പോൾ ഇത്തിരി നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പം എടുത്ത് വറുത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. ഇപ്പൊ ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുമ്പോഴത്തേക്കിനും നമ്മളിത് അടുപ്പത്തുനിന്ന് എടുക്കുക. ഇപ്പം രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. രണ്ട് സൈഡും മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക. അപ്പൊ നമ്മുടെ സിമ്പിൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സ് ആക്കി കൊടുത്തു വിടാൻ ഒരു എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. ഇങ്ങനെ തയ്യാറാക്കി മാവ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പൊക്കെ എടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ശുഭദിനം. ബൈ.